ശബരിമല കേസ് കൃത്യമായ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്: പോറ്റി ആദ്യം കൊടുത്ത മൊഴിയിൽ കടകംപള്ളിയുടെയും വാസവന്റെയും പേരുണ്ടായിരുന്നു, എന്നാൽ ഈ പേരൊന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഈ അന്വേഷണം തെറ്റായ വഴിക്കാണോ? അന്വേഷണം ഇതുവരെ തെറ്റായ വഴിക്കാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം ഒരു ആരോപണം സുരേന്ദ്രൻ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും സുരേന്ദ്രൻ ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം SITക്ക് ഉണ്ട്, എന്നിട്ടത് കോടതിയുടെ മുമ്പാകെ വന്നിട്ടില്ലെങ്കിൽ അത് അദ്ദേഹം പറയേണ്ടതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ട് ഹൈക്കോടതി ശ്രദ്ധിക്കുമെന്നും എനിക്കറിയില്ല. കാരണം ഇത് മെയിൻ ഒരു ഡിസ്കഷനായിട്ട് ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പല പേരുകൾ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ അതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. ഇപ്പോൾ പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പത്മകുമാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത ഒരു നിവേദനം, ആ നിവേദനം ഹൈക്കോടതി ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൽ വരികയും പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അതെനിക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കഴിയാതെയും വന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പത്മകുമാർ പറഞ്ഞതായിട്ട് ഒരു മൊഴി ഉണ്ട്. ഇത് സത്യമാണെങ്കിൽ ഈ അന്വേഷണം പല പ്രമുഖരിലേക്കും എത്തില്ല. അതോടൊപ്പം തന്നെ വാസവൻ കടകംപള്ളിയുമാണല്ലോ, അവരിൽ നിന്നല്ലേ ആ ബോസിനെ കണ്ടെത്താൻ കഴിയും. അതെ, പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഡയറക്റ്റ് ലിങ്ക് അവർക്ക് ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഡയറക്റ്റ് ലിങ്ക് വരണമെന്നില്ല, ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വരുന്ന ഒരു ഇൻഡയറക്റ്റ് ലിങ്ക് എങ്കിലും ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. ആ ഇൻഡയറക്റ്റ് ലിങ്ക് വരെ ഇപ്പം SIT കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SIT ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ലിങ്കിനായിട്ടാണ് SIT വെയിറ്റ് ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. ഇപ്പോൾ പത്മകുമാർ പറഞ്ഞതുകൊണ്ട് മാത്രം കടകംപള്ളിയിലേക്ക് എത്താൻ കഴിയില്ല. അത്തരത്തിലൊരു കത്ത് കണ്ടെത്തണമായിരുന്നു. ആ കത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതിനായിട്ടാണ് അവർ പലയിടത്തും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത മന്ത്രിക്ക് കൊടുത്ത ഒരു കത്ത്, കടകംപള്ളിക്ക് കൊടുത്ത ഒരു കത്ത്, ആ കത്തിൽ കടകംപള്ളി ഒരു ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് ഇതൊക്കെ വേണം. അല്ലാതെ കടകംപള്ളി അതിനകത്ത് പ്രതിയാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സാധനം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ, അത്തരമൊരു തെളിവ് കിട്ടിയെങ്കിൽ മാത്രമേ SITക്ക് കടകംപള്ളിയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അത് എത്താൻ അത്തരം ഒരു രേഖ കിട്ടിയാൽ തീർച്ചയായിട്ടും അവർക്ക് എത്താം. അതൊരു കോടതിയെ സമർപ്പിക്കും. കോടതി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാൻ പറയും, അതിനുശേഷം അറസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ പലതും നടക്കും. ജയറാമിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. ജയറാമിൻ്റെ ഇതിലെ ഇൻവോൾവ്മെൻറ്റ് സൂചിപ്പിക്കുന്ന ഫോട്ടോ സഹിതമുള്ള കാര്യങ്ങൾ, ജയറാമിൻ്റെ മുൻ പ്രസ്താവനകൾ, സംഭാഷണങ്ങളൊക്കെ ഇതിന് അനുകൂലമായി വന്നുകൊണ്ടാണ് ജയറാമിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത്. അതിലേക്ക് വിളിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഇനി സാക്ഷിയാണോ പ്രതിയാണോ എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. സാക്ഷിയാക്കാനാണ് വിളിപ്പിക്കുന്നതെന്നാണ് SITയുടെ ഇപ്പോഴത്തെ നിലപാട്. പലരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇതിൻ്റെ പല വേരുകളും ഇത് പോയി ഇപ്പോൾ ബാംഗ്ലൂരു, ചെന്നൈ, ഹൈദരാബാദ് അവിടെയെല്ലാം അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും എത്താൻ കഴിഞ്ഞല്ലേ പറ്റുള്ളൂ. ഇതിങ്ങനെ ഒരു തുടർക്കഥ പോലെ നടന്നുകൊണ്ടിരിക്കും. SIT ഓരോ ആഴ്ചയിലും ഓരോ കണ്ടെത്തലുകൾ ഹൈക്കോടതി അറിയിക്കും. അതിനനുസരിച്ച് ഹൈക്കോടതി ഇന്നയാളിൻ്റെ അടുത്ത് പോകും, ഇന്നയിടത്ത് പോകും എന്ന് പറഞ്ഞ് കൂടിയാണ് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതല്ലെങ്കിൽ ഈ കേസിന് ഇത്ര പോലും പുരോഗതി ഉണ്ടാവില്ല. പത്മകുമാറിലേക്ക് പോലും ഒരു പക്ഷേ എത്തുകയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എത്താൻ കഴിഞ്ഞത് SITയുടെ ഇൻവോൾവ്മെൻ്റ് ആണ്, ഹൈക്കോടതിയുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. നാം പല കേസുകളും, പ്രധാനപ്പെട്ട കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ CPM ഇത്തരം കേസുകളിൽ പെടുകയാണെങ്കിൽ ഒരു വലിയ പ്രതിരോധം ഉണ്ടാകും. ആ പ്രതിരോധം എന്തുകൊണ്ട് ഈ കേസിൽ ഉണ്ടാകുന്നില്ല? തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പ് കാലമായത് ഒന്ന്. രണ്ടാമത്തേത്, ഇതിൽ പ്രതിരോധം ഉണ്ടാക്കിയാൽ വോട്ടിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ആരെയെങ്കിലും സംരക്ഷിക്കുന്നു എന്ന് തോന്നിയാൽ, ഒന്നാമതേ അയ്യപ്പനെ സംരക്ഷിച്ചില്ല എന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിനെ അരക്കിട്ടുറപ്പിക്കുന്നതായിരിക്കും അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പേര് വന്നാൽ. അതുകൊണ്ട് പത്മകുമാറിനെ പോലും അധികം ദിവസം ഇങ്ങനെ ജില്ലാ കമ്മിറ്റിയിൽ നിർത്തുകയില്ല, അതിനിടയ്ക്ക് നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇലക്ഷൻ്റെ ചൂട് മുറുകുമ്പോൾ ഇത് ഓരോ വീട്ടിലേക്കും LDFും BJP ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കൃത്യസമയത്ത് പത്മകുമാറിനെതിരെ ജില്ലാ കമ്മിറ്റി ഇലക്ഷന് മുമ്പ് വോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അപ്പോൾ ആൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വിശ്വാസ്യത വരും. ഇതിങ്ങനെ കുറേ പറഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു നടപടി. അതിനുള്ള മിടുക്കൊക്കെ മാർക്സിസ്റ്റുകാർക്കുണ്ട്, അവർക്കറിയാം ഏത് സമയത്താണിത്. പുറത്താക്കാൻ പേടിയുള്ളത് ഇനി കടകംപള്ളിയിലേക്ക് പോയാൽ ഇനി അതും പുറത്താക്കണമല്ലോ. കടകംപള്ളിയെ അങ്ങനെയുള്ള തെളിവ് കിട്ടിയാലേ പുറത്താക്കാൻ പറ്റില്ല. ഇപ്പം പത്മകുമാറിന് കിട്ടിയ പോലത്തെ ഒരു തെളിവ് കടകംപള്ളിയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ മൊഴി ഉണ്ടെങ്കിൽ എത്തിക്കൂടെ? മൊഴി കൊണ്ട് മാത്രം പോരാ, അതിന് തെളിവേണ്ടേ. ഇപ്പൊ പ്രതി പറയുന്ന മൊഴി, ഇപ്പം നാളെ പ്രതി പറയുകയാണ്, എനിക്ക്
ABC-യിലെ താങ്കളെ അറിയാം എന്ന് പറഞ്ഞാൽ ശ്രീകാന്തിനെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ശ്രീശാന്തിനെ അറിയാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. അത് തെളിയിക്കണ്ടേ? തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു ലിങ്ക് വേണ്ടേ? ആ ലിങ്ക് കിട്ടാതെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പോലും പറ്റില്ല. ഒരു പ്രതി പറഞ്ഞതുകൊണ്ട് മാത്രം ചോദ്യം ചെയ്യാൻ പോലും പറ്റില്ല. ചോദ്യം ചെയ്യണമെങ്കിൽ തന്നെ അതിനൊരു ചെറിയൊരു സൂചന അതിലേക്ക് എത്താനുള്ള ന്യായമായ ഒരു സാധ്യത ഉണ്ട് എന്ന് SITക്ക് തോന്നണ്ടേ? അത് തോന്നാനുള്ളതൊന്നും കൊടുക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ മന്ത്രിയും കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടാൽ എനിക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലോ. അപ്പം അതുകൊണ്ട് SIT അതിനകത്ത് തെളിവ് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് നീങ്ങുള്ളൂ. തെളിവെന്ന് ഞാൻ പറഞ്ഞത് വ്യക്തമായ തെളിവൊന്നും വേണ്ട, ഗൂഢാലോചനയുടെ ഒരു ലാഞ്ചന വരുന്ന തെളിവായാലും മതി. ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു നിവേദനം, ഈ പറഞ്ഞ പോലത്തെ നിവേദനം അതിനകത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് വരാൻ SIT ശ്രമിക്കുന്നുണ്ട്, അത്തരം ഒരു രേഖ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പത്മകുമാർ അങ്ങനെ ഒരു രേഖയുടെ കാര്യം പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി ഇതിൻ്റെ മന്ത്രിയായിരുന്നപ്പോൾ, ദേവസ്വത്തിൻ്റെ മന്ത്രിയായിരുന്നപ്പോൾ കൊടുത്ത നിവേദനം, ആ നിവേദനത്തിൽ എന്ത് ചെയ്തു? അതാണ് ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നത്. സാർ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ 2019 ശബരിമലയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ? ഇതിനകത്ത് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ പകുതി 50% വ്യക്തിഗതമാണ്, ഒരു 25% രാഷ്ട്രീയം, 25% പിന്നെ ആൾക്ക് കിട്ടുന്ന ആനുകൂല്യം, മേന്മ, അതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. 50% സ്ഥാനാർത്ഥിയുടെ മികവാണ് ഞാൻ നോക്കുന്നത്. സ്ഥാനാർത്ഥി എന്നോട് എത്രത്തോളം ഹൃദയബന്ധമുള്ള ആളാണ്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം അറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം വന്നാൽ എനിക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്ന ആളായിരിക്കും എന്നുള്ളതായിരിക്കും പ്രധാനമായിട്ടും തദ്ദേശ സ്വയംഭരണത്തിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് 50% ലോക്കൽ ബേസുള്ള നേതാവിന് പ്രാതിനിധ്യം കിട്ടും. അതിൽ കൂടുതൽ മികവ് ഇടതുമുന്നണിക്ക് പലപ്പോഴും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പൂജ്യമാകാനുള്ള സാധ്യത LDFിനില്ല. എന്നാൽ കഴിഞ്ഞ തവണ കിട്ടിയ 14-ൽ 13 ജില്ലാ പഞ്ചായത്തുകൾ, അല്ലെങ്കിൽ 154 ഡിവിഷനിൽ അതുപോലെ തന്നെ കിട്ടിയ തമ്പിങ് മെജോറിറ്റി, കോർപ്പറേഷനുകൾ 6-ൽ 5 കിട്ടിയ അവസ്ഥ, ഇതൊക്കെ ചിലപ്പം വലിയ ചോദ്യചിഹ്നമാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ 980 വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാണ്ട് 70-75% LDFിൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം, ഇതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ അവരെ വാഷ് ഔട്ട് ചെയ്യുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഒരു ലോക്സഭാ ഇലക്ഷന് കിട്ടിയ പോലെ 18-19 സീറ്റ് വരെ ലോക്സഭാ ഇലക്ഷന് പിടിച്ച ഒരു സാഹചര്യം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായല്ലോ. അത് ഇപ്പോഴുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വലിയ ചലഞ്ച് LDFിന് മുമ്പിലുണ്ട്. അതവർ പ്രതിരോധിച്ചില്ലെങ്കിൽ, ചിലരെയൊക്കെ കുറ്റക്കാരെന്ന് കാണുന്നവരെ പുറത്താക്കിയൊക്കെ ചെയ്തില്ലെങ്കിൽ അവർക്ക് വോട്ടിൽ ചെറിയ കുറവ്, ഒരു 25% വോട്ട് 25%. ചിലപ്പോൾ സാറ് പറയുന്നതനുസരിച്ച് അതെല്ലാം കോർപ്പറേഷനെ ബാധിക്കാൻ, കാരണം അതൊരു വലിയ വോട്ട് ബാങ്കാണ്. പഞ്ചായത്തിൽ കൂടി പോയാലും ഒരു 1000-2000 അത്രേ ഉള്ളൂ. 1000-2000 വരുന്നിടത്തൊക്കെ വ്യക്തിയെ ആശ്രയിച്ച് പലപ്പോഴും നിൽക്കും. കാരണം ഒരു 1000 പേരിൽ ഒരു 500 പേര് ഒക്കെ ഒരു വ്യക്തിയുമായിട്ട് നല്ല ഹൃദയബന്ധം ഉണ്ടെങ്കിൽ അയാൾ ജയിച്ചത് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ കോർപ്പറേഷനെ പോലുള്ള സ്ഥലങ്ങളിൽ, വലിയ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ഡിവിഷനൊക്കെ വരുന്ന സ്ഥലത്ത്, നഗരസഭ വരുന്ന സ്ഥലത്ത്, മുനിസിപ്പാലിറ്റികൾ മുമ്പേ 41-ലാണ് UDF, 43-ലാണ് LDF. 2 പഞ്ചായത്തിൻ്റെ 2 നഗരസഭകളുടെ വ്യത്യാസമേ ഉള്ളൂ അവർ തമ്മിൽ. അപ്പം അതൊക്കെ ചിലപ്പം മാറി മറിഞ്ഞേക്കാം, അങ്ങനെയുള്ളിടത്തൊക്കെ മാറി മറിഞ്ഞേക്കാം. പക്ഷേ LDFിന് വലിയൊരു വൈപ്പ് ഔട്ട് ആകുന്ന സാഹചര്യം ഉണ്ടാകാൻ ഈ തദ്ദേശ സ്വയംഭരണത്തിലെ താഴെത്തട്ടിലുള്ള സ്ഥലങ്ങളിൽ കുറവായിരിക്കും. വാർഡുകൾ കൂടുതൽ അവർക്ക് പിടിക്കാനുള്ള ആർജവും ചങ്കൂറ്റവും, പിന്നെ കൈമിടുക്കും, മസിൽ പവറും, മണി പവറും, പിന്നെ സ്ഥാനാർത്ഥികളുടെ ചില ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ട് അവർക്ക്. അതവർ പ്രതിഫലിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.